കയർ മേഖല നേരിടുന്ന പ്രതിസന്ധിയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വൈക്കം താലൂക്ക് കയർ വ്യവസായ തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് S. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. മുന്നേറ്റത്തിനുമെല്ലാം വലിയ നേതൃത്വം നൽകിയ അതിമഹത്തായ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഈ തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ രാജ്യത്തെ ജനാധിപത്യ ഗവൺമെന്റുകൾക്കൊന്നും സാധ്യമല്ല. ഇടതുപക്ഷ ഗവൺമെന്റുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഭരിക്കുന്ന തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ബാധ്യത നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് കുറേയേറെ വർഷക്കാലമായി കേരളത്തിലെ കയർ തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം. ഇന്നും ഇന്നലെയും തുടങ്ങി എത്രയോ വർഷക്കാലമായി കയർ മേഖല ഇന്ന് അവഗണിക്കപ്പെടുകയാണ്. ചില ഗവൺമെന്റുകൾ ഇപ്പോൾ തോമസ് ഐസക്കിന്റെയും G. സുധാകരന്റെ എല്ലാം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അവരിലാവിലെ വലിയ മഹത്തായ വിപ്ലവം നടത്തിയില്ല. പക്ഷേ ചെറിയ ചെറിയ സഹായങ്ങൾ ഈ കയർ മേഖലയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതൊന്നും പോരായിരുന്നു. ഈ കയർ മേഖല പുനഃസംഘടിപ്പിക്കുവാൻ വേണ്ടി മഹത്തായ ഒരു പാക്കേജ്, ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് TV തോമസാണ്. കയർ പുനഃസംഘടനാ പദ്ധതി. ആ പദ്ധതിയുടെ കയർ മേഖലയ്ക്ക് വലിയ ഉത്തേജനം ഉണ്ടാക്കുവാനും പുനഃസംഘടനയിലേക്ക് ഈ മേഖലയെ കൊണ്ടുവരുവാനും 10,000-കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ഒരു പുതിയ ജീവിതം നൽകുവാനും അന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അതെല്ലാം പഴം കഥയായി ഇന്ന് മാറിയിരിക്കുകയാണ്. ആ കയർ തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട തൊഴിലാളികളായി മാറിയിരിക്കുന്നു. അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, ആ ചരിത്ര പാരമ്പര്യം അവർക്ക് ഈ സമൂഹം മാറ്റിമറിക്കുന്നതിൽ അവരുടെ ജീവിതം തന്നെ അവർ ത്യജിച്ചു എന്നുള്ള ചരിത്ര സത്യമെല്ലാം മറന്നുകൊണ്ടുള്ള അവഗണിക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തണം. അതിനെതിരായിട്ടുള്ള രോഷമാണ് കേരളത്തിലെ കയർ തൊഴിലാളിയിൽ നിന്നും ഉയർന്നു വരേണ്ടത്. പക്ഷെ അങ്ങനെ രോഷം പ്രകടിപ്പിക്കുവാൻ കഴിവില്ലാത്ത തരത്തിൽ അത്രയ്ക്ക് അവസരമാണ് കയർ തൊഴിലാളികൾ എന്നുള്ളതാണ് സത്യം. ഒരു സമരത്തിന് സജ്ജരാകുക, പഴയ കയർ തൊഴിലാളികളുടെ കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കുക, നിർത്തലാക്കിയ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, കയർ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുക, കയർ സംഘങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന മൂലധനം നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈക്കം താലൂക്ക് കയർ വ്യവസായ തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും നടത്തിയത്. ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് S. പ്രകാശൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. MT ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾ ഈ മേഖലയിൽ നിന്ന് ജോലി ലഭിക്കാത്തത് മൂലം അർദ്ധപട്ടിണിയിൽ നിന്നും മുഴുപട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും നീങ്ങുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വരും കാലങ്ങളിൽ പരമ്പരാഗത വ്യവസായങ്ങൾ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ നടത്തുവാൻ പോകുന്ന അജുജ്ജല സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിലേക്ക്, സർക്കാർ ഓഫീസുകളിലേക്ക്, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് വലിയ മാർച്ചും ധർണയും നടത്തി. B. രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. KD വിശ്വനാഥൻ, PS പുഷ്കരൻ, സാബു P. മണലുടി, MK ശീമോൻ, KV പ്രസന്നൻ, MS രാമചന്ദ്രൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. I4U ന്യൂസ് വൈക്കം.